ഇന്ന് ഞാനും അച്ഛനും കൂടി എന്താ ചെയ്യാമെന്ന് നോക്കല്ലേ. കൃഷിപ്പണിക്കൊന്നും ഇറങ്ങിയല്ല കേട്ടോ. ഇന്ന് ഞങ്ങൾ വൈകുന്നേരം ഒന്ന് കുമ്പിളുണ്ടാക്കാമെന്ന് വിചാരിച്ചു. നല്ല വരിക്കച്ചക്ക ഇടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേ ദിവസം തന്നെ അത് നല്ലോണം ഒന്ന് വരട്ടി വെച്ചു. ഒത്തിരി ഉള്ളതുകൊണ്ട് തന്നെ വരട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2-3 പ്രാവശ്യമായിട്ട് ആഗ്രഹം തോന്നുമ്പോൾ ഒക്കെ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടി തലേ ദിവസം നന്നായിട്ട് വരട്ടി വെച്ചു. നന്നായിട്ട് തണുത്തു കേട്ടോ. തണുത്തതിന് ശേഷം ആവശ്യമുള്ളപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് 2 ബോട്ടിലുകളിലാക്കി. അപ്പോൾ 2 പ്രാവശ്യം കൂടി നമുക്ക് ഇനിയിപ്പോൾ കുമ്പിളുണ്ടാക്കാം ആഗ്രഹം തോന്നുമ്പോൾ. ഈ വരിക്കച്ചക്ക എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് കിട്ടുന്ന സാധനമല്ല, വല്ലപ്പോഴും ഒക്കെ കിട്ടുന്നതാണ്, സീസണിലാണ്. അപ്പോൾ ഇങ്ങനെ കിട്ടിയപ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ തന്നെ വരട്ടി നന്നായിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹം തോന്നുമ്പോഴൊക്കെ ഉണ്ടാക്കാം, എപ്പോഴും ഉണ്ടാക്കിയില്ലെങ്കിലും. പിന്നെ ബാക്കി കുറച്ചെടുത്തിട്ട് ഇന്ന് കുമ്പിളുണ്ടാക്കുകയാണ്. അതിനുവേണ്ടി നല്ല ഏലക്കാപ്പൊടിയും കുറച്ച് ചുക്കുപൊടിയും അതുപോലെ തന്നെ ജീരകവും ചേർത്തു. പിന്നെ ഗോതമ്പ് ഓയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ശേഷം കുറച്ച് അത് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പുപൊടിയും അതുപോലെ തന്നെ തേങ്ങയും ചേർത്തിട്ട് നാളികേരവും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഞാൻ സ്പൂണിൽ മിക്സ് ചെയ്യണുണ്ടപ്പോൾ അമ്മ പറയാണ്, സ്പൂണിലൊക്കെ മിക്സ് ചെയ്ത് പരിഷ്കാരം കാണിക്കണോ, നമ്മളെ കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ വരുമെന്ന്. അന്നേരം പിന്നെ ഞാൻ കൈകൊണ്ടാക്കി കേട്ടോ. പലപ്പോഴും ഞാൻ കൈകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ പലരും പറഞ്ഞ് കമൻറ്റ് ചെയ്യാൻ കണ്ടിട്ടുണ്ട്, കൈകൊണ്ടാണോ മിക്സ് ചെയ്യുന്നത്? നമ്മുടെ വീട്ടിൽ എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും അതും തനതായ നാടൻ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കൈകൊണ്ട് മിക്സ് ചെയ്യുന്നോളം വരില്ല കേട്ടോ ടേസ്റ്റ്. നമ്മളെ വീട്ടിലുള്ളവരാണ് കഴിക്കുന്നത്, നമ്മളെ കൈ എത്രമാത്രം വൃത്തിയുണ്ടെന്ന് നമുക്കറിയാം. പിന്നെ എനിക്ക് എന്ത് സാധനം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കഴിക്കാൻ തോന്നിയാലും ആഗ്രഹം തോന്നിയാലും എനിക്ക് അന്നേരം കഴിക്കണം കേട്ടോ. അത് എനിക്ക് പിന്നത്തേക്ക് മാറ്റി വയ്ക്കുന്ന പരിപാടിയേ ഇല്ല. അതിപ്പോൾ എന്ത് ഫുഡാണെങ്കിലും അതെനിക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതാണ് എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടമുള്ളത്. കടയിൽ പോയി കഴിക്കുന്നതിനേക്കാളും നമ്മൾ ഉണ്ടാക്കുമ്പോഴാണ് അതിന് സ്വാദ് കൂടുന്നത്. പെട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് കടയിൽ പോയി കഴിക്കാം, എവിടെ നിന്നെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യാം. ഇപ്പോൾ കുമ്പിളൊക്കെ ഒരുപാട് കടകളിൽ കിട്ടും. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്നിടത്തോളം അത് വരില്ല കേട്ടോ. കുമ്പിളൊക്കെ ഉണ്ടാക്കി കുമ്പിൾ വെന്ത് വരുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ ഞാൻ ഇടിമാങ്ങ അച്ചാർ ഉണ്ടാക്കി. ഇടിമാങ്ങ അച്ചാർ പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. പച്ചക്കറി വാങ്ങിയതിൽ 2 മാങ്ങ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇടിമാങ്ങ ഉണ്ടാക്കി. പിന്നെ നോക്കിയപ്പം രാവിലത്തെ അപ്പത്തിൻ്റെ കുറച്ച് മാവ് ബാക്കിയുണ്ട്. അപ്പോൾ അത് പുളിച്ചിട്ടുണ്ടോ എന്ന് നോക്കി. പുളിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ പുളിക്കാതിരുന്നത് കൊണ്ട് വട്ടയപ്പം ഉണ്ടാക്കാൻ കരുതി. നന്നായിട്ട് എണ്ണ തടകി. എന്തായാലും കുമ്പിളുണ്ടാക്കിയ പാത്രം ഇരിപ്പുണ്ട്, അതെന്തായാലും വൃത്തിയാക്കുകയും വേണം. അപ്പോഴത്തേക്കും ഒരു തട്ടം എടുത്ത് ആ മാവ് ബാക്കിയൊന്നും വേസ്റ്റ് ആവേയില്ല. കുറച്ച് പഞ്ചസാര കൂടി കൂടുതൽ ആഡ് ചെയ്ത് നെയ്യൊക്കെ തടവി കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് ഉണക്കമുന്തിരിയൊക്കെ ചേർത്ത് നന്നായിട്ട് വട്ടയപ്പം ഉണ്ടാക്കി കേട്ടോ. ഇതൊക്കെ ആസ്വദിച്ച് കഴിക്കുന്നത് ഞാൻ തന്നെയാണ്. അച്ഛനും അമ്മയൊക്കെ ഒത്തിരി കഴിക്കത്തൊന്നുമില്ല. അവർ ഇച്ചിരി ഒന്ന് ടേസ്റ്റ് വെക്കാൻ വേണ്ടി മാത്രമേ കഴിക്കുള്ളൂ. ഞാനും പിന്നെ കണ്ണന്, കുമ്പിള ഏറ്റവും ഇഷ്ടമുള്ള ഒരാളുണ്ട്, കുമ്പിളേന്ന് പറഞ്ഞ് വിളിക്കുന്ന ആൾ കണ്ണൻ. വന്നിട്ടില്ല, വരുമ്പോൾ കഴിക്കും.